ഏത് ക്ലോത്തിൽ ഈ ഒരു ഔട്ട്ഫിറ്റ് ചെയ്യുന്ന വിചാരിച്ചിരിക്കുമ്പോഴായിരുന്നു അങ്ങനെ ടോപ്പ് ആൻഡ് ബോട്ടം വന്നിട്ട് ക്രൈപ്പ് സിൽക്കും അതുപോലെ ദുപ്പട്ട വന്നിട്ട് സോഫ്റ്റ് ഓർഗൻസി ആയിരുന്നു ചൂസ് ചെയ്തത്. ഡ്രസ്സിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ദുപ്പട്ട തന്നെയാണ് കേട്ടോ. ലോങ് ദുപ്പട്ട നോർമൽ ലെങ്ത്തിനേക്കാളും എക്സ്ട്രാ നന്നായിട്ട് ലെങ്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡബിൾ ഷെയ്ഡിലാണ് ദുപ്പട്ട വരുന്നത്. സ്ലിറ്റഡ് ടോപ്പ് വിത്ത് സ്ട്രൈറ്റ് കട്ട് പാൻറ്റാണ് കേട്ടോ വരുന്നത്. ടോപ്പിൻ്റെ സ്ലിറ്റ് വന്നിട്ട് നമ്മുടെ നീ സൈഡിലേക്കാണ് സ്ലിറ്റ് കൊടുത്തേക്കുന്നത്. ഇനി ഇതിൻ്റെ ഒരു വർക്ക് ഡീറ്റെയിലിംഗ് പറയുകയാണെങ്കിൽ നോർമലി എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ആദ്യം ഗമ്മ് വെച്ചിട്ട് തന്നെയാണ് എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ശരിക്കും എല്ലാവരും വർക്ക് ചെയ്തതിന് ശേഷമാണ് ഇതിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ ചെയ്യുക. ഞാനിവിടെ ആ ഒരു നെക്ക് പോർഷൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഈ ഒരു വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. എങ്ങനെ ഈസി ആയിട്ട് എത്രയും പെട്ടെന്ന് നല്ല രീതിക്കൊരു വർക്ക് ഒന്ന് ഫിനിഷ് ചെയ്യാന്നുള്ള ഇതുകൊണ്ട് തന്നെ ഒരുപാട് പുതിയ പരീക്ഷണം ഇതിലേക്ക് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഡ്രസ്സിൻ്റെ കാര്യം വരുമ്പോഴത്തേനും ഞാൻ എപ്പോഴും എങ്ങനെ പെട്ടെന്ന് തീർക്കുക എളുപ്പത്തിൽ തീർക്കുക എന്നുള്ള ഒരു ചിന്തയായിരിക്കും കേട്ടോ എനിക്ക്. സിസ്റ്ററുടെ വെഡ്ഡിങ്ങിന് മോർണിംഗിലേക്ക് ഇട്ട ഡ്രസ്സ് ആയിരുന്നു കേട്ടോ ഇത് ഇട്ടപ്പോൾ ഒരുപാട് പേരൊക്കെ നല്ല രസമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചില ആൾക്കാരൊക്കെ ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് അയച്ചിട്ട് ഇതിൻ്റെ ഡീറ്റെയിലിംഗ് ഫോട്ടോസൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചില ആൾക്കാർ എന്നോട് പറഞ്ഞു നൈറ്റിലെ ഡ്രസ്സായിരുന്നു ഇതിനേക്കാളും കുറച്ചുകൂടി രസമായിട്ടായിരുന്നു.